വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് കേട്ടോ, 1 സ്പൂണ്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് മുളക് പൊടി, എണ്ണ, കായം, ഇത് ഇത്രയും വേണം കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകും മുളകൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു പാനാണ് കേട്ടോ, നല്ല കട്ടിയുള്ള പാനാണ്, പെട്ടെന്ന് അടിക്ക് പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടായി വന്നപ്പോൾ നമുക്കതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാകും, കുറച്ച് എണ്ണ നമ്മൾ ആഡാക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, 2 കുഞ്ഞു മാങ്ങയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മതിയാവും കേട്ടോ എണ്ണ. നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ആവശ്യത്തിന് എത്ര മാങ്ങയാണോ ഉള്ളത് അതിനനുസരിച്ച് എണ്ണയും മറ്റ് അരപ്പുകളും ചേർക്കാം. ഇപ്പം ഞാൻ 2 മാങ്ങയ്ക്ക് കണക്കാക്കിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളയ്ക്കുമ്പോഴത്തേനും നമുക്കൊന്ന് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. നമുക്ക് മാങ്ങയ്ക്ക് പുളിപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ പൊട്ടിയിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് തീ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ ഉലുവയും കടുകും ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കാം. ഇനി നമുക്ക് ഒരു 3 മുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ, കറണ്ടും പോയി, നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇളക്കി ഇതൊന്ന് വരണ്ട് വരണം കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളകി വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് നല്ല ഒരു ബ്രൗൺ കളറാവണം, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അതിനുശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ആഡാക്കാം. ഇവിടെ പുറത്ത് നല്ല മഴയുണ്ട്, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ മഴയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കോ? എനിക്ക് നല്ല കട്ടൻ ചായയും നല്ല വടയോ മറ്റേ വാഴയ്ക്കപ്പോ ഒന്നെങ്കിലും ഒക്കെ ഈ മഴ സമയത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് കുറച്ച് മൂലയൊക്കെ കിടന്നുറങ്ങാം, എന്ത് രസമാണെന്നറിയാമോ. അതിനിപ്പോൾ നമുക്കൊന്നും സമയം കിട്ടില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എന്തോന്നെങ്കിലും കഴിക്കാൻ നമുക്ക് കൊതി വരും. അപ്പം നമ്മളുടെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വരണ്ട് വരണം. നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടുതൽ ഇട്ടിട്ടുണ്ട്, കാരണം നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു മണം ഇത് വരട്ടെ, അതുവരെ നമുക്ക് ഇറക്കി കൊടുക്കാം. അടി പിടിക്കാൻ നോക്കണം കേട്ടോ. ഇത് ചെറുതായിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ. എനിക്ക് ഈ അച്ചാറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണോ ഗൈസ്? അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ആകുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വരണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വരണ്ടതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നമ്മുടെ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 മാങ്ങ അരിഞ്ഞ് വെച്ചത് ഇതിലോട്ട് ഇടാൻ പോവുകയാണ്. നമ്മൾ ഉപ്പിട്ട് വരവെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മാങ്ങ. അതുകൊണ്ട് ഉപ്പിട്ട് വരവെയാണ് നമ്മൾ മാങ്ങയോടെ വെച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ഇനി മുളക് പൊടിയും കായപ്പൊടിയും ഉണ്ടാക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. പിന്നെന്താണ്, ഇതിപ്പോൾ മാങ്ങ ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് അതുവരെ കുറച്ച് ഇളക്കി കൊടുക്കാം. നല്ല മാങ്ങയാണ് കേട്ടോ, നല്ല ഫ്രഷ് മാങ്ങയാണ്. അപ്പോൾ നമുക്കിതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ എരിവ് അധികം കഴിക്കത്തില്ല, അതുകൊണ്ട് കുറച്ച് കായവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇതിനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഗൈസ്, കണ്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മാങ്ങ നന്നായിട്ട് വേവുന്നത് ഇഷ്ടമല്ല, കാരണം നമുക്കൊക്കെ കടിക്കണം. മാങ്ങ ഇങ്ങനെ കഴിക്കണ സമയത്ത് ഒന്ന് പച്ചയോടെ കടിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മണം അടിക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാങ്ങാച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് നേരം തീ ഓഫാക്കി വയ്ക്കാം. നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി വയ്ക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ ഗൈസ്. കാരണം ഇത് ഓരോരുത്തരും ഓരോ ആഹാരങ്ങൾ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ ഒരു രീതിയാണ്. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാങ്ങാച്ചാർ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിപ്പോൾ മാങ്ങ ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് അതുവരെ കുറച്ച് ഇളക്കി കൊടുക്കാം. നല്ല മാങ്ങയാണ് കേട്ടോ, നല്ല ഫ്രഷ് മാങ്ങയാണ്. അപ്പോൾ നമുക്കിതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ എരിവ് അധികം കഴിക്കത്തില്ല, അതുകൊണ്ട് കുറച്ച് കായവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇതിനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഗൈസ്, കണ്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മാങ്ങ നന്നായിട്ട് വേവുന്നത് ഇഷ്ടമല്ല, കാരണം നമുക്കൊക്കെ കടിക്കണം. മാങ്ങ ഇങ്ങനെ കഴിക്കണ സമയത്ത് ഒന്ന് പച്ചയോടെ കടിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മണം അടിക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാങ്ങാച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് നേരം തീ ഓഫാക്കി വയ്ക്കാം. നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി വയ്ക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ ഗൈസ്. കാരണം ഇത് ഓരോരുത്തരും ഓരോ ആഹാരങ്ങൾ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ ഒരു രീതിയാണ്. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാങ്ങാച്ചാർ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ മാങ്ങാച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഒരു കാര്യം, എല്ലാവരും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. കാരണം എന്നാലേ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.